ഓം ശാന്തി. 18/1/1992 ബാബ്ദാദ ഉച്ചരിച്ച മഹാവാക്യമാണ്. ബാബയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളം ബാബയ്ക്ക് സമാനമാകുക എന്നതാണ്. അവ്യക്ത ദിവസത്തിൽ അവ്യക്ത ബാബ്ദാദ തൻ്റെ കുട്ടികളോട് പറഞ്ഞത്. ഇന്ന് പരിധിയില്ലാത്ത മാതാപിതാവിൻ്റെ മുൻപിൽ മുഴുവൻ പരിധിയില്ലാത്ത പരിവാരമാണ് ഉള്ളത്. കേവലം ബാബയുടെ മുൻപിലിരിക്കുന്ന ഈ സഭ മാത്രമല്ല, എന്നാൽ 4 വശത്തുള്ള സ്നേഹി സഹയോഗി കുട്ടികളുടെ ചെറിയ ബ്രാഹ്മണ പരിവാരം ആണ് ഉള്ളത്. ബാബ പരിവാരത്തിൻ്റെ ബ്രാഹ്മണ പരിവാരത്തിൻ്റെ വിശേഷതകളെക്കുറിച്ച് പറയാണ്. അതിസ്നേഹിയും വേറിട്ടതുമായ പരിവാരം, അലൗകികമായ പരിവാരം, ചിത്രത്തിൽ ഇരുന്നു കൊണ്ടും വിചിത്രമായ അത്ഭുതകരമായ പരിവാരം. ചിത്രത്തിൽ ഇരുന്നു കൊണ്ടും അർത്ഥം ശരീരത്തിൽ ഇരുന്നു കൊണ്ടും, വിചിത്രം അർത്ഥം ചിത്രമില്ലാത്തത്. ആത്മാക്കളുടെ ജ്യോതിയായ ആത്മാക്കളുടെ അത്ഭുതകരമായ പരിവാരമാണ് മുന്നിൽ ഉള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഒരു കുടുംബമാണ്, പരിവാരമാണ് ബാബയുടെ മുൻപിൽ ഉള്ളതെന്ന് ബാബ പറയണം. ബാബ്ദാദ അമൃതവേള മുതലേ എല്ലാ കുട്ടികളുടെയും സ്നേഹത്തിൻ്റെ കൂടിക്കാഴ്ച ആഘോഷിക്കുന്നതിൻ്റെ, വരദാനം എടുക്കുന്നതിൻ്റെ മധുരമധുരമായ ആത്മീയ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരുടെ മനസ്സിലും സ്നേഹത്തിൻ്റെ ഭാവന, സമാനമാകുന്നതിൻ്റെ ശ്രേഷ്ഠമായ കാമന, ഈ ഉണർവും ഉത്സാഹവും 4 വശത്തും ബാബ്ദാദ കണ്ടു. ഇന്നത്തെ ദിവസത്തിൽ മെജോറിറ്റി കുട്ടികളുടെ മുൻപിലും നമ്പർ 1 ആത്മാവായ, ശ്രേഷ്ഠ ആത്മാവായ ബ്രഹ്മബാബയാകുന്ന മാതാപിതാവ് എമർജായിരുന്നു. എല്ലാവരുടെ ഹൃദയത്തിലും ഇന്ന് വിശേഷ സ്നേഹത്തിൻ്റെ സാഗരനായ ബാബ്ദാദയുടെ പ്രേമ സ്വരൂപം പ്രത്യക്ഷ രൂപത്തിൽ കണ്ണുകളിൽ കണ്ടുകൊണ്ടിരുന്നു. ബാബ്ദാദമാരുടെ സ്നേഹമായിരുന്നു കുട്ടികൾ കണ്ടത് ബാബ്ദാദയുടെ കണ്ണുകളിൽ. ചാരോ ഔർ കെ സർവ ബച്ചോं के स्नेह के दिल के गीत ബാബ്ദാദാ ने सुना. 4 വശത്തുള്ള സർവ്വ കുട്ടികളുടെയും സ്നേഹത്തിൻ്റെ, ഹൃദയത്തിൻ്റെ പാട്ട് ബാബ്ദാദ കേട്ടു. സ്നേഹത്തിൻ്റെ റിട്ടേണായി വരദാതാവായ ബാബ തൻ്റെ മക്കൾക്ക് ഈ വരദാനമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. സദാ ഓരോ സമയത്തും ഓരോ ആത്മാക്കളോടും ഓരോ പരിതസ്ഥിതിയിലും സ്നേഹമൂർത്തികളായി ഭവിക്കട്ടെ. ഓരോ സമയവും ഓരോ ആത്മാക്കളോടും ഓരോ പരിതസ്ഥിതിയിലും സ്നേഹമൂർത്തികളായി ഭവിക്കട്ടെ. ഇതായിരുന്നു ബാബ നമ്മൾ കുട്ടികൾക്ക് തന്നിരിക്കുന്ന വരദാനം. കബീർ ബി അപ്ന മൂർത്തി, സ്നേഹമൂർത്തി, ഒരിക്കലും തൻ്റെ സ്നേഹമൂർത്തി, സ്നേഹത്തിൻ്റെ സ്വരൂപം, സ്നേഹത്തിൻ്റെ വ്യവഹാരം, സ്നേഹത്തിൻ്റെ സംബന്ധ സമ്പർക്കം ഇത് ഉപേക്ഷിക്കരുത്, ഇത് മറക്കരുത്. ചാഹെ കോയി വ്യക്തി, ചാഹെ പ്രകൃതി, വ്യക്തികൾ ആയിക്കോട്ടെ, പ്രകൃതി ആയിക്കോട്ടെ, മായ, എങ്ങനെയുള്ള വികരാള രൂപം, ജ്വാലാരൂപം ധാരണ ചെയ്ത് മുന്നിൽ വന്നാൽ പോലും വികരാള സ്വരൂപത്തെ സദാ സ്നേഹത്തിൻ്റെ ശീതളതയിലൂടെ പരിവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ പുതിയ വർഷത്തിൽ വിശേഷിച്ച് സ്നേഹമെടുക്കണം, സ്നേഹം കൊടുക്കണം. സദാ സ്നേഹത്തിൻ്റെ ദൃഷ്ടി, സ്നേഹത്തിൻ്റെ വൃത്തി,
സ്നേഹം നിറഞ്ഞ കർമ്മത്തിലൂടെ സ്നേഹത്തിൻ്റെ സൃഷ്ടിയെ നിങ്ങൾക്കുണ്ടാക്കണം. ആരും നിങ്ങൾക്ക് സ്നേഹം തന്നില്ലെങ്കിലും നിങ്ങൾ മാസ്റ്റർ സ്നേഹസ്വരൂപ ആത്മാക്കൾ ദാതാവായി മാറി ആത്മീയ സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കും. ഇന്നത്തെ ലോകത്തിൽ അനേക ആത്മാക്കൾ, അനേക മനുഷ്യർ സത്യമായ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഒരു നിമിഷം അനുഭവിക്കാൻ വേണ്ടി അവർ ദാഹിക്കുകയാണ്. ബാബ പറയണ സ്നേഹത്തിൻ്റെ ഒരു തുള്ളിക്ക് വേണ്ടി അവർ ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷമെങ്കിലും സത്യമായ സ്നേഹം അനുഭവിക്കാൻ അവർ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം സത്യമായ സ്നേഹത്തിൻ്റെ സ്നേഹമില്ലാത്തതിൻ്റെ കാരണത്താൽ, സത്യമായ സ്നേഹമില്ലാത്തതിൻ്റെ കാരണത്താൽ അവർ വ്യാകുലരായി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യമായ ആത്മീയ സ്നേഹത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ദാഹിക്കുന്ന ആത്മാക്കൾക്ക് ആശ്രയം കൊടുക്കുന്ന നിങ്ങൾ മാസ്റ്റർ ജ്ഞാനസാഗരന്മാരാണ്. അപ്നെ ആപ്സെ പൂച്ചോ, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ, താങ്കൾ എല്ലാ ആത്മാക്കൾക്കും ബ്രാഹ്മണ പരിവാരത്തിലേക്ക് വരാൻ ആകർഷിച്ചത് എന്തായിരുന്നു? ബ്രാഹ്മണ പരിവാരത്തിലേക്ക് വരാൻ വേണ്ടി എന്താകർഷണമായിരുന്നു ഉണ്ടായിരുന്നത്? യഹി സച്ചാ പ്യാർ, ഈ സത്യമായ സ്നേഹം, മാതാപിതാവിൻ്റെ സ്നേഹം, ആത്മീയ പരിവാരത്തിൻ്റെ സ്നേഹം. അന്ന് കുട്ടികൾക്ക് ജ്ഞാനമൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ശിവബാബയുടെയും ബ്രഹ്മബാബയുടെയും മമ്മയുടെയും സ്നേഹമാണ് എത്തിച്ചത് അവരെ. ആത്മീയ പരിവാരത്തിൻ്റെ സ്നേഹം ഓരോ മക്കളെയും ബാബയിൽ ബ്രാഹ്മണ പരിവാരത്തിലേക്ക് അടുപ്പിച്ചത് ഇതായിരുന്നു. ഈ സ്നേഹത്തിൻ്റെ പ്രാപ്തി, ഇതാണ് അവരെ ബ്രാഹ്മണ പരിവാരത്തിലേക്ക് കൊണ്ടുവന്നത്, എല്ലാവരെയും ബ്രാഹ്മണ പരിവാരത്തിലേക്ക് കൊണ്ടുവന്നത്. തുടക്കം മുതലേ ജ്ഞാനത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ ബ്രാഹ്മണ പരിവാരത്തിലേക്ക് കൊണ്ടുവന്നത്, ആദ്യം എല്ലാവരെയും ആകർഷിച്ചത് സ്നേഹമാണ്, സത്യമായ സ്നേഹം. ലോകത്തിലെല്ലാം സ്നേഹം എന്ന് പറയുമ്പോൾ അവിടെ എന്തൊരു കാര്യത്തിനും നിസ്വാർത്ഥമായ സ്നേഹമില്ല, സ്വാർത്ഥത നിറഞ്ഞ സ്നേഹമാണ്. അത് കുടുംബത്തിലായിക്കോട്ടെ, എവിടെ നോക്കുകയാണെങ്കിലും. പക്ഷേ ബാബയുടെ പരിവാരം, ബ്രാഹ്മണ പരിവാരം എന്ന് പറയുമ്പോൾ ഇവിടെ സ്ഥൂലമായ സാധനങ്ങൾ എടുക്കുക, കൊടുക്കുക, അങ്ങനെയുള്ളൊരു കാര്യമില്ല ഇവിടെ. ഇവിടെ പരസ്പരം ആത്മീയ സ്നേഹം, ആത്മാവാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള സ്നേഹം, ദേഹമല്ല എന്നറിഞ്ഞുകൊണ്ടുള്ള ആ തൻ്റെ പരിവാരമാണ്, തൻ്റെ സഹോദരങ്ങളാണ്, നമ്മളെല്ലാവരും ഒരു അച്ഛൻ്റെ മക്കളാണ്, ഇങ്ങനെയുള്ള ഒരു ആ ദൃഷ്ടികോണിലാണ് ബാബയുടെ അടുത്തേക്ക് വരുമ്പോൾ എല്ലാവരുടെയും സ്നേഹം മാറുന്നത്. ദേഹത്തിൻ്റെ, ജാതിയുടെ, മതത്തിൻ്റെ അങ്ങനെ ഒരു സംഭവവും ആരും കാണുന്നില്ല. മറിച്ച് എല്ലാ ബാബയുടെ മക്കളും പരസ്പരം കാണുന്നത്, ആര് തന്നെ ആയിക്കോട്ടെ, പാവപ്പെട്ടവരായിക്കോട്ടെ, ഏറ്റവും ഹൈ ലെവലിലായിക്കോട്ടെ, മധ്യ ലെവലിലായിക്കോട്ടെ, എല്ലാവരുടെയും ദൃഷ്ടികോൺ മാറുകയാണ്. പരസ്പരം നമ്മളെല്ലാവരും ആത്മാക്കളാണ്, ഈശ്വരൻ്റെ മക്കളാണ്. ഇതിൻ്റെ യഥാർത്ഥ തിരിച്ചറിവ് കിട്ടുമ്പോഴുള്ള ആ സ്നേഹം, അത് നിസ്വാർത്ഥമായ സ്നേഹമാണ്, സത്യമായ സ്നേഹമാണ്. ഈശ്വരീയ സ്നേഹവും നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പോൾ ഈ സ്നേഹമാണ് എല്ലാവരെയും ബ്രാഹ്മണ ലോകത്തിലേക്ക്, ഈ ചെറിയ പരിവാരത്തിലേക്ക് കൊണ്ടുവന്നത്. ജ്ഞാനതോ പീച്ചേ സംചിതേ ഹോ, ജ്ഞാനം അത് യഥാർത്ഥമായ രീതിയിൽ ഉൾക്കൊള്ളുന്നത്, മനസ്സിലാക്കുന്നത് അത് പതുക്കെ പതുക്കെ മനസ്സിലാവുന്നുള്ളൂ. എന്നാൽ ആദ്യം ആകർഷിച്ചത് സത്യമായ നിസ്വാർത്ഥമായ പരിവാരത്തിൻ്റെ സ്നേഹമാണ്. ഈ ഫൗണ്ടേഷനാണ് ഉള്ളത്. ഇതിലൂടെയാണ് എല്ലാവരും സംഗമയുഗമാകുന്ന
ബ്രാഹ്മണ പരിവാരത്തിലേക്ക് വന്നത്. വിശ്വത്തിൽ ലക്ഷപതിമാരുണ്ട്, കോടീശ്വരന്മാരുണ്ട്, അനവധി പേരുണ്ട്. എന്നാൽ പരമാത്മാവിൻ്റെ സത്യമായ സ്നേഹത്തിന് വേണ്ടി അവർ യാചിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ യാചകരായിരിക്കുകയാണ്. കാരണം കോടികളിലൂടെയോ ലക്ഷങ്ങളിലൂടെയോ ഒരിക്കലും ഈ സ്നേഹം കിട്ടില്ല. സത്യമായ സ്നേഹം അതിലൂടെ ഒരിക്കലും കിട്ടില്ല. അത് ഈ പരിവാരത്തിലേക്ക് വരുമ്പോഴാണ് കിട്ടുക. ഈശ്വരൻ്റെ യഥാർത്ഥ സ്നേഹം, നേരിട്ടുള്ള സ്നേഹം, സത്യമായ ബ്രാഹ്മണരുടെ സ്നേഹം, ബ്രാഹ്മണ ആത്മാക്കളുടെ സ്നേഹം, അത് സംഗമയുഗത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ബാബ പറയുന്നത് സയൻസ് വാലോനെ ദേക്കോ, സയൻസുകാർ നോക്കൂ, ശാസ്ത്രജ്ഞന്മാരെ നോക്കൂ. കിത്തനെ ബി അല്പകാലക്ക്, ബാബ പറയണ അവർ അല്പകാല സുഖത്തിൻ്റെ സാധനങ്ങൾ വിശ്വത്തിന് കണ്ടുപിടിച്ച് സംഭാവന ചെയ്തു, സമ്മാനിച്ചു. എന്നാൽ ജിത്തനെ ബഡെ വൈജ്ഞാനിക് ഹേ, എത്ര വലിയ ഉയർന്ന വൈജ്ഞാനികർ ഉണ്ടോ, ശാസ്ത്രജ്ഞന്മാരുണ്ടോ, അവർ എത്രത്തോളം കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ, എത്രത്തോളം അതിൽ മുഴുകിയോ, എന്നിട്ടും അതിൽ മുഴുകി അതിൽ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് പോലും അവർക്ക് അതിൽ നിന്നും സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കുന്നില്ല, സന്തുഷ്ടതയില്ല. വീണ്ടും വീണ്ടും അവരിങ്ങനെ അതിൽ മുഴുകാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇനിയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കണം, ഇതൊന്നും പോരാ എന്നുള്ളത്. എന്ത് ചെയ്തിട്ടും അവർക്കൊരു അതിൽ നിന്ന് തൃപ്തി കിട്ടുന്നില്ല. അതിൽ തന്നെ അവർ സമയം ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉനോക സംസാർ ഹി കോച്ച് കർണ ഹോ ഗയാ ഹെ, അവരുടെ ലോകം തന്നെ കണ്ടുപിടിക്കുക, കണ്ടുപിടുത്തം നടത്തുക, ഇതാണ് അവരുടെ ലോകം. ആപ് ജൈസെ സ്നേഹസമ്പന്ന ജീവൻ കി, നമ്മളെ പോലെ സ്നേഹസമ്പന്നമായ ജീവിതം അവർക്കില്ല എന്ന് ബാബ പറയണം. ഇനി നോക്കൂ, നേതാക്കന്മാരെ നോക്കൂ. അവരാണെങ്കിൽ അവരുടെ കസേരയെ നിലനിർത്താൻ വേണ്ടി, കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അതിൽ മുഴുകിയിരിക്കുകയാണ്. എന്ത് ചെയ്യണം, നാളെ എന്താകും, ഈ ചിന്തയിലാണ് അവർ. ഓർ ആ ബ്രാഹ്മൺ, എന്നാലോ നിങ്ങൾ ബ്രാഹ്മണരോ സദാ പരമാത്മാ സ്നേഹത്തിൻ്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. നാളത്തെക്കുറിച്ച് ചിന്തയില്ല നമുക്ക്. നാളെ ഉണ്ടാകുമോ, അതിനെക്കുറിച്ചുള്ള ചിന്ത നമുക്കില്ല. ബാബ പറയണ നിങ്ങൾക്ക് നാളെക്കുറിച്ചുള്ള ചിന്തയുമില്ല, കാലനെക്കുറിച്ചുള്ള ചിന്തയുമില്ല, രണ്ട് ചിന്തയുമില്ല. കാരണം നിങ്ങൾക്കറിയാം എന്ത് നടന്നുകൊണ്ടിരിക്കുന്നുവോ, എന്ത് നടന്നു കഴിഞ്ഞോ, എന്ത് ഇനി നടക്കാൻ പോകുന്നോ അതൊക്കെ നല്ലതിനാണ്, എല്ലാം നല്ലതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എല്ലാ സീനിലും, പാസ്റ്റ് കഴിഞ്ഞു പോയതിലും, പ്രസൻറ്റ് ടൈമിൽ വർത്തമാനകാലത്ത് നടക്കുന്നതും ഭാവിയിൽ നടക്കുന്ന കാര്യത്തിലും എല്ലാത്തിലും നമ്മൾ നന്മകൾ മാത്രമാണ് കാണുന്നത്. അങ്ങനെ നല്ലത് മാത്രം കണ്ട് 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 നമ്മൾ നല്ലവരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്, നന്മയുള്ളവരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയണ ബ്രാഹ്മണ ജീവിതം അർത്ഥം പഴയതിനെ വിട ചൊല്ലുക എന്നതാണ്. സദാ നല്ലത് മാത്രം, നല്ലത് നല്ലത് നല്ലതിനെ ജീവിതത്തിലേക്ക് പകർത്തി അത് ആഘോഷിക്കുകയും മോശമായതിനെ കളഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബ ചോദിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്തുവോ, അതോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, മോശമായതിനെ കളഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എങ്ങനെയാണോ പഴയ വർഷത്തെ നിങ്ങൾ വിട ചൊല്ലിയത്, പുതിയ വർഷം നിങ്ങൾ വരവേറ്റത്, അതിന് ആശംസകൾ നൽകിയത്. ബദായിക്ക് കാർഡ് ബഹത്തായേന, പുതുവത്സരം ആഘോഷിക്കുന്ന സമയത്ത് എല്ലാവരും കാർഡുകൾ, ആശംസ കാർഡുകളൊക്കെ അയച്ചുകൊണ്ടേയിരിക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ആശംസ കാർഡുകൾ കൊടുക്കാറുണ്ട്. ബഹത്ത് ബച്ചോങ്കി, ബാബയുടെ അടുത്തും കുട്ടികളുടെ കാർഡുകൾ, പത്രങ്ങൾ എല്ലാം വന്നു. ബാബ്ദാദ പറയാണ്, ജയ്സെ നയേ വർഷയ്ക്ക് കാർഡ്, എങ്ങനെയാണ് പുതുവത്സര കാർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും അയച്ചു കൊടുക്കുകയും എല്ലാം ചെയ്യുന്നത്.
संकल्प किया तो संगम युग पर तो हर सेकंड नया ही नया. ബാബ പറയുന്ന സംഗമയുഗം എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും പുതിയതാണ്. സംഗമയുഗ ഹർ സെക്കൻഡ് की बधाई हमको कार्ड नहीं भेजना. ബാബ പറയുന്ന സംഗമയുഗത്തിൽ കലിയുഗത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാർഡ് അയക്കുന്നത് പോലെ ഇവിടെ നമുക്ക് കാർഡൊന്നും അയക്കേണ്ട ആവശ്യമില്ല. കാരണം ബാബ പറയണം കാർഡുകളൊക്കെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. എന്നാൽ നിങ്ങൾ കാർഡുകൾ അയക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? റെക്കോർഡ് വെക്കണം. ഓരോ സെക്കൻഡും എന്ത് ചെയ്തു? പുതിയതായിരുന്നു അതോ എല്ലാം പഴയതായിരുന്നു? മനസ്സ വാച കർമ്മണ എന്തായിരുന്നു? ഇതിൻ്റെ റെക്കോർഡ് നിങ്ങൾ വയ്ക്കൂ, ചാർട്ട് വയ്ക്കൂ. ഹർ നയ സെക്കൻഡ് നയ, ഓരോ പുതിയ സെക്കൻഡും പുതിയത്. ഉണർവും ഉത്സാഹത്തിൻ്റെ അനുഭവം ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്തുവോ? ഹർ സെക്കൻഡ് അപ്രമേ നവീനത, ഓരോ സെക്കൻഡും സ്വയത്തിൽ നവീനത, അതായത് ദിവ്യത, വിശേഷത, ഇതിൻ്റെയൊക്കെ അനുഭവം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അതിൻ്റെ ആശംസകൾ ആഘോഷിക്കണം. പുതുവത്സര ആശംസകൾ ആഘോഷിക്കുന്നത് പോലെ, പുതുവത്സരം ആഘോഷിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ ജീവിതം സംഗമയുഗത്തിൽ ഓരോ നിമിഷവും പുതിയത് ആഘോഷിച്ചു കൊണ്ടേയിരിക്കണമെന്ന് പറയണം ബാബ. പുതുവത്സര ആശംസകൾ ആഘോഷിക്കണം, പുതിയതിൻ്റെ ആഘോഷം നടത്തണം. പുതുമയുടെ ആഘോഷം ആഘോഷിച്ചു കൊണ്ടേയിരിക്കണം. कोई ना कोई सेरेमनी होती है तो ബാബ പറയണം നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ ചെയ്യുന്ന സമയത്ത് അതിന് ആശംസകളൊക്കെ നമ്മൾ അർപ്പിക്കാറുണ്ട്. ഏതൊരു പ്രോഗ്രാം ചെയ്യുമ്പോഴും ആശംസകൾ അർപ്പിക്കാറുണ്ട്. താങ്കൾ ബ്രാഹ്മണ ആത്മാക്കൾ, നിങ്ങൾ ബ്രാഹ്മണ ആത്മാക്കളുടെ ഏറ്റവും വലിയ സെറിമണി എന്താണ്? ഹർ സമയ കോൺസി ഹേ, ഓരോ സമയം എന്താണ്? ആഘോഷിക്കുക അർത്ഥം ബാബ പറയുന്നത് സന്തോഷത്തിൻ്റെ സമയം, സന്തോഷത്തിൻ്റെ ദിനം. ഇതാണ് നമ്മളുടെ ഓരോ സെക്കൻഡും ഓരോ നിമിഷവും ഇങ്ങനെയായിരിക്കണം. ഈ ഉത്സവമാണ് നമ്മൾ, ഈ സെറിമണിയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. സെറിമണി മേ സബ്സെ ബഡി ബാത് മിലൻ മനാനിക്ക് ഹോത്തി ഹെ. ഇപ്പോൾ നമ്മൾ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് എപ്പോഴും അതിൽ എന്തൊക്കെ ഉണ്ടാകും? എല്ലാവരും വരും, എല്ലാവരും ചേർന്നൊരു കൂടിച്ചേരലാണ്. ആഘോഷം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ചേർന്നുകൊണ്ടുള്ളൊരു ആഘോഷമാണ്, കൂട്ടായ്മയാണ് അവിടെ വരുന്നത്. ബാബ പറയണ മിലനം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവരെ കാണുക, ഇവരെ കാണുക, അല്ലേ? എന്തൊരു കല്യാണമാണെങ്കിൽ നിറയെ പേര് വരും. അതുപോലെ ജന്മദിനം ആഘോഷിക്കുകയാണെങ്കിൽ അതിൽ നിറയെ പേര് വരും. എന്തിനും ആൾക്കാർ കൂടും. ആൾക്കാർ കൂടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും. അതാണല്ലോ കലിയുഗത്തിലെ ആഘോഷം. ഇവിടെ ബാബ പറയണം, ഇവിടെ നിങ്ങൾ ആഘോഷിക്കേണ്ടത് ഓരോ നിമിഷവും ആഘോഷമാണ്. എങ്ങനെ ആഘോഷിക്കണം? പുതുമയിലൂടെ ആഘോഷിക്കണം. മനസ്സിലെ വിചാരങ്ങൾ പുതിയത് ബാബയുടെ ഓർമ്മയുടെ അനുഭവത്തിൻ്റെ അതായിരിക്കണം. വാക്കിലും പ്രവൃത്തിയിലും എല്ലാം പുതുമ കൊണ്ടുവരണം, നവീനത കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ സന്തോഷം ആഘോഷിക്കണം. ആ സബ്ക പരമാത്മാ മിലൻ, ബാബ പറയണം നിങ്ങൾ ഓരോരുത്തരുടെയും പരമാത്മാ മിലനം, ശ്രേഷ്ഠ ആത്മാക്കളുടെ മിലനം ഹർ സമയ ഹോത്തേ. നിങ്ങളെല്ലാവരും പരസ്പരം കൂടിച്ചേരുന്നു. ബ്രാഹ്മണ ആത്മാക്കൾ തമ്മിൽ പരസ്പരം കൂടിച്ചേരുന്നു. അപ്പോൾ അതിലൂടെ സന്തോഷം ഉണ്ടാകുന്നു. പിന്നെ പരമാത്മാവുമായിട്ടുള്ള കൂടിക്കാഴ്ച, ഇതിലൂടെയും സന്തോഷം ഉണ്ടാകുന്നു. അങ്ങനെ ഓരോ നിമിഷവും സന്തോഷത്തിൻ്റെ സെറിമണിയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. നിങ്ങൾ കഴിച്ചോളൂ, കുടിച്ചോളൂ, നൃത്തം വെച്ചോളൂ, നൃത്തം ചെയ്തോളൂ. ഇതാണല്ലോ സെറിമണിയിൽ ഉണ്ടാവുന്നത്. ആഘോഷത്തിൽ ഈ കാര്യങ്ങൾ 3 ഉണ്ടാകും. ഡാൻസ്, പാട്ട്, കഴിക്കുക, കുടിക്കുക, ഇതാണല്ലോ മെയിനായിട്ടുള്ളത്. ബാബ ഇതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. ബ്രഹ്മ ബാബാക്കെ ഭണ്ഡാരി സിഖാത്തി ഹും, നിങ്ങൾ
ബ്രഹ്മബാബയുടെ ഭണ്ഡാരത്തിൽ നിന്നാണ് കഴിക്കുന്നത്. അതുകൊണ്ട് സദാ ബ്രഹ്മഭോജനമാണ് കഴിക്കുന്നത്. ബാബ പറയണ, ഗൃഹസ്ഥത്തിലിരിക്കുന്നവരിങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്, ഇത് ഞാൻ സമ്പാദിച്ച പൈസയാണ്, എൻ്റെ ചെലവിലാണ് ഞാൻ കഴിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുതെന്ന് ബാബ പറയണം. മറിച്ച് ഞാൻ ബ്രഹ്മബാബയുടെ ഭണ്ഡാരത്തിൽ നിന്നാണ് കഴിക്കുന്നത്. ബ്രഹ്മബാബയുടെ ചെലവാണിത്. ബ്രഹ്മബാബയുടെ പൈസയിലൂടെയാണ് ഞാൻ കഴിക്കുന്നത്, പൈസ കൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. സെൻറ്റർ വാലെ സെൻറ്റർക്ക് ഭണ്ഡാരിസിനെ ഹി കാത്തി. ഇനി സെൻറ്ററിലുള്ളവരോട് പറയണം, സെൻറ്ററിൻ്റെ ഭണ്ഡാരിൽ നിന്നല്ല കഴിക്കുന്നത്, എന്നാൽ ബ്രഹ്മബാബയുടെ ഭണ്ഡാരത്തിൽ നിന്നും ശിവബാബയുടെ ഭണ്ഡാരിൽ നിന്നും കഴിക്കുന്നു. ഭണ്ഡാരം, ഭണ്ഡാരി. ഭണ്ഡാരം എന്ന് പറഞ്ഞാൽ ഹുണ്ടിക, ഭണ്ഡാരി അർത്ഥം കിച്ചൺ, അടുക്കള. അപ്പോൾ ബാബ പറയണ, ബ്രഹ്മബാബയുടെ ഭണ്ഡാരത്തിൽ നിന്നും ശിവബാബയുടെ ഭണ്ഡാരിയിൽ നിന്നും കഴിക്കുകയാണ്. ഇങ്ങനെ വേണം കഴിക്കാൻ, ഇങ്ങനെ വേണേൽ നിങ്ങൾ ചിന്തിക്കാൻ. അതായത് ഗൃഹസ്ഥരും അതുപോലെ സെൻട്രലിരിക്കുന്നവരും ചിന്തിക്കേണ്ടതെന്ന് ബാബ പറയണം. അല്ലാതെ എൻ്റെ കുടുംബത്തിൽ നിന്നാണ് ഞാൻ കഴിക്കുന്നത്, എൻ്റെ പരിവാരം, എൻ്റെ സെൻറ്റർ, ഇങ്ങനെ ഒരിക്കലും വരരുത്. ഈ ചിന്ത ഒരിക്കലും വരരുത്, വരാൻ പാടില്ല. പ്രവൃത്തി മേഹത്തോ ബി ട്രസ്റ്റി ഹോ. കുടുംബത്തിലിരിക്കുന്നവർ ട്രസ്റ്റി ആയിട്ടിരിക്കണം, സൂക്ഷിപ്പുകാരനെ പോലെ ഇരിക്കണം. ബാബയുടെ ശ്രീമതം അനുസരിച്ച് നിമിത്തമായിട്ടുള്ളവരാണെന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാതെ എൻ്റെ വീടാണെന്നുള്ള ചിന്ത ഒരിക്കലും വരരുത്. അതേപോലെ സെൻട്രലിരിക്കുന്നവരും ഇത് ബാബയുടെ സെൻറ്ററാണ്, എൻ്റെ എല്ലാം എന്നുള്ള ചിന്തയിൽ വേണം ഇരിക്കാൻ. അതുകൊണ്ട് സദാ ശിവബാബയുടെ ഭണ്ഡാരിയിൽ നിന്നും ബ്രഹ്മബാബയുടെ ഭണ്ഡാരത്തിൽ നിന്നും എന്നുള്ള ആ സ്മൃതിയിൽ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനും കഴിക്കാനും എല്ലാം. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ, ഈ സ്മൃതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഈ സ്മൃതിയിലൂടെ ഭണ്ഡാരിയും നിറഞ്ഞിരിക്കും, ഭണ്ഡാരവും നിറഞ്ഞിരിക്കും. അഥവാ എൻ്റെ എന്നുള്ള ഭാവം എവിടെയെങ്കിലും വന്നാൽ പിന്നെ ബാബ പറയാണ് അവിടെ നിറയില്ല, കാലിയായിരിക്കും എന്ന് പറയണ ബാബ. അപ്പോൾ കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ബാബയുടേതാണ്, ബാബയുടെ ഭണ്ഡാരത്തിൽ ഞാൻ എടുത്ത് കഴിക്കുകയാണ്, ബാബയുടെ കിച്ചണിൽ നിന്നാണ് ഞാൻ എടുത്ത് കഴിക്കുന്നത്, ഈ രീതിയിൽ വേണം കഴിക്കാൻ. അപ്പോൾ ബാബ നിറച്ച് തന്നുകൊണ്ടേയിരിക്കും, സെൻറ്ററിന് നിറച്ച് തന്നുകൊണ്ടേയിരിക്കും. കിസി ഭി കാര്യമേ അഗർ കോയി പ്രകാർ കി ഘോട്ട് അഥവാ കമി ഹോത്തി ഹേ തോ. ഇനി ഏതെങ്കിലും പ്രകാരത്തിലുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ അതിന് കാരണം അവിടെ നിങ്ങൾ ബാബയുടേതെന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ എന്നുള്ളത് ചിന്തിക്കുന്നു, ആ ഭാവം വരുന്നു. അതുകൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, കുറവുകൾ ഉണ്ടാകുന്നു. കുറവെന്ന് പറഞ്ഞാൽ അശുദ്ധി അവിടെ മിക്സായി എന്നർത്ഥം. സ്വർണത്തിൽ കറ പറ്റാറുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വാല്യൂ, സ്വർണത്തിൻ്റെ വാല്യൂ കുറഞ്ഞു പോകുന്നു. അതേപോലെ തന്നെ ഇവിടെയും എൻ്റെ എന്നുള്ള ഭാവം വന്നു അർത്ഥം അവിടെ കുറവുകൾ ഉണ്ടെന്നർത്ഥം. അപ്പോൾ എല്ലാ വിധത്തിലും കുറവുകൾ വരും. ലേക്കിൻ ബ്രാഹ്മൺ ജീവൻ തോ ഹർ സെക്കൻഡ് സെറിമണി മനാനിക്ക് ബതായും കി ഹേ. അതുകൊണ്ട് ബാബ പറയണേ, ബ്രാഹ്മണ ജീവിതം എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡും സെറിമണി ആണ്, ആഘോഷമാണ്. ആഘോഷത്തിൻ്റെ ആശംസകൾ ചെയ്തുകൊണ്ടേയിരിക്കൂ, ആഘോഷിച്ചു കൊണ്ടേയിരിക്കൂ, ബാബയുമായിട്ട് മിലനം ചെയ്ത് ആഘോഷിച്ചു കൊണ്ടേയിരിക്കൂ, എല്ലാ രീതിയിലും പുതുമ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കൂ, അതിൻ്റെ ആശംസകൾ ചെയ്തുകൊണ്ടേയിരിക്കൂ എന്ന് പറയണം ബാബ. വൈസേ ആജ് കെ ദിൻ ആപ് സഭി ആവാസ് സെ പരെ ഹോ ജാത്തെ. എങ്ങനെയാണോ ഇന്നത്തെ ദിവസത്തിൽ, സ്മൃതി ദിനത്തിൽ എല്ലാവരും മിക്കവാറും ശബ്ദത്തിൽ നിന്നും ഉപരിയായിരിക്കും. ബാപ് ദാദാ ജോ ആവാസെ പരെ ഹേ, ബാപ് ദാദാ ശബ്ദത്തിൽ നിന്നും ഉപരിയാണ്. ഉൻകോ ആവാസ് മിലാത്തെ, ശബ്ദത്തിൽ നിന്ന് ഉപരിയായിട്ടുള്ള ബാബയെ ശബ്ദത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുവന്നു, സാകാര ലോകത്തിലേക്ക് കൊണ്ടുവന്നു. നിരാകാരി ലോകത്തിൽ ശബ്ദമൊന്നുമില്ലല്ലോ, നിശബ്ദതയുടെ ലോകമാണ്, സ്വീറ്റ് സൈലൻസ് ഹോമാണ്.
ആ ലോകത്തിൽ നിന്നും ശിവബാബ എന്ത് ചെയ്തു? നമ്മൾ ഈ ശബ്ദ കോലാഹലങ്ങളുടെ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. പ്രാക്ടീസ് ബഹുത് അച്ചി ഹെ. ബാബ പറയണേ ഈ അഭ്യാസം നിങ്ങൾ ചെയ്യണം. അതായത് ഇപ്പോൾ ശബ്ദത്തിൻ്റെ ലോകത്തിൽ, അടുത്ത സെക്കൻഡ് ശബ്ദത്തിൻ്റെ ഉപരിയായ ലോകത്തിൽ ആയിരിക്കണം. ഈ അഭ്യാസം ചെയ്യണം. അത് നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും ശരി, നിങ്ങൾ തമ്മിൽ സേവനത്തിൻ്റെ ചർച്ചകൾ ഡിസ്കഷൻ ചെയ്യുകയാണെങ്കിലും, ഐസേ വാതാവരൺ മേ ബി, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലും സെക്കൻഡ് കൊണ്ട് ശബ്ദത്തിൽ നിന്നും ഉപരിയായി മാറണം. അങ്ങനെ ശബ്ദത്തിൻ്റെ ഉപരിയായ ലോകത്തിലേക്ക് പോയി ഫരിസ്താ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ഇടയ്ക്കിടയ്ക്ക് കർമ്മയോഗിയാകണം, ഇടയ്ക്കിടയ്ക്ക് ഫരിസ്തയാകണം. അതായത് ശബ്ദത്തിനുപരിയായ ലോകത്തിലേക്ക് പോകണം, അവ്യക്ത സ്ഥിതിയിലേക്ക് പോകണം. ഐസെ നഹികി വാതാവരൺ ബഹുത്ത് ആവാസ് കാ ഹെ. അല്ലാതെ ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അയ്യോ, ഇത് ശബ്ദത്തിൻ്റെ ലോകമാണ്. കുടുംബത്തിലാണെങ്കിൽ അങ്ങനെ ആയിരിക്കും, ഓഫീസിലാണ്, അപ്പോൾ എല്ലാവിടെയും അവിടെ ബഹളവും വർത്തമാനങ്ങളും. ഇതിൻ്റെ ഇടയിൽ എങ്ങനെ നമുക്ക് സൈലൻസിൻ്റെ ലോകത്തിലേക്ക് പോകാൻ പറ്റും? അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുതെന്ന് ബാബ പറയണം. അങ്ങനെ നിങ്ങളൊരിക്കലും, അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണം, അല്ലെങ്കിൽ അതിനുവേണ്ടി വേറെ എവിടെയെങ്കിലും പോകണം, അങ്ങനെ നിങ്ങളൊരിക്കലും ചിന്തിക്കരുതെന്ന് പറയണം ബാബ. നിങ്ങൾ എവിടെ ഇരിക്കുന്നോ അവിടെ എന്ത് കോലാഹലമാണെങ്കിലും ശരി, അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ശബ്ദത്തിൻ്റെ ഉപരിയായ ലോകത്തിലേക്ക് പോകണമെന്ന് ബാബ പറയണം. കാരണം ലാസ്റ്റ് സമയത്ത്, വിനാശത്തിൻ്റെ സമയത്ത്, ഇവിടെ വ്യക്തികളുടെയും പ്രകൃതിയുടെയും എല്ലാ തരത്തിലുള്ള നിലവിളികളും ശബ്ദ കോലാഹലങ്ങളായിരിക്കും. എല്ലാം ഇളകി മറിയുന്ന ഒരു സിറ്റുവേഷനായിരിക്കും. അയ്യോ അയ്യുള്ള നിലവിളിയായിരിക്കും. ആർക്കും ഇവിടെ സന്തോഷമൊന്നും ഉണ്ടാവില്ല ലാസ്റ്റ് ടൈമിൽ. പട്ടിണിയും ദാരിദ്ര്യവും പിന്നെ പ്രകൃതിക്ഷോഭങ്ങളും അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെയുള്ളൊരു വായുമണ്ഡലമായിരിക്കും അവസാന സമയങ്ങളിലൂടെ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾക്ക് നമ്മുടെ സ്ഥിതി ശബ്ദത്തിൻ്റെ ഉപരിയായ ലോകത്തിലേക്ക് പോകണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ ശബ്ദത്തിൻ്റെ ലോകത്തിൽ ഇരുന്നു കൊണ്ട്, പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ടും നമ്മുടെ സ്ഥിതിയെ നിരാകാരി അവസ്ഥയിലേക്ക്, ഫരിസ്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം. ഇതാണ് യഥാർത്ഥ സ്റ്റേജ് എന്ന് പറയണം ബാബ. അല്ലാതെ എനിക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായാലേ എനിക്ക് യോഗം കിട്ടുള്ളൂ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുതെന്ന് ബാബ പറയണം. ഇങ്ങനെയുള്ള സമയത്തിൽ സെക്കൻഡ് കൊണ്ട് ശബ്ദത്തിൻ്റെ ഉപരിയായ സ്ഥിതിയിലേക്ക് വരണം. ഫരിസ്തയിൽ നിന്നും നിരാകാരി ആത്മാവിൻ്റെ അഭ്യാസിയാകണം. ഇത് നിങ്ങളെ വിജയിപ്പിക്കും. ഈ സ്മരണ അർത്ഥം വിജയമാലയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഈ അഭ്യാസം ഇപ്പോൾ അത്യാവശ്യമാണ്. ഇതിനെയാണ് പറയുന്നത് പ്രകൃതി ജീത്ത്, മായാജീത്ത്. പ്രകൃതിയുടെ കോലാഹലങ്ങളിൽ നിന്നും ജയിക്കുക, മായയിൽ നിന്ന് ജയിക്കുക. ബാബ പറയുന്ന അധികാരിയായി നിങ്ങളുടെ വായു കൊണ്ട് സംഗീതവാദ്യോപകരണം മുഴക്കിക്കോളൂ. ചാഹിത്തെ കാനോൻ ദ്വാര, കാതുകളിലൂടെ നിങ്ങൾ കേട്ടോളൂ. പക്ഷേ ബാബ പറയണ ഫുൾ സ്റ്റോപ്പ്, സെക്കൻഡ് കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഫുൾ സ്റ്റോപ്പ്. വ്യർത്ഥത്തെ ഫുൾ സ്റ്റോപ്പ് വേണം. ബാബ പറയണ പകുതി സ്റ്റോപ്പല്ല, ഫുൾ സ്റ്റോപ്പ്. ഇതാണ് ബ്രഹ്മ ബാബയ്ക്ക് സമാനം ആകുക. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഉപരിയായിരിക്കുക. കാരണം നമ്മുടെ മനസ്സ് ശാന്തമാണെങ്കിൽ, പലരും ചിന്തിക്കാറുണ്ട്, പലരും പറയാറുള്ളതുണ്ട്, ദൈവത്തെ എന്നും ഓർമ്മിച്ചുകൊണ്ടിരുന്ന കഴിക്കാൻ കിട്ടുമോ, കുടിക്കാൻ കിട്ടുമോ, ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടുമോ? തീർച്ചയായിട്ടും ബാബ ഒരിക്കലും കുടുംബത്തെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒന്നും ഉപേക്ഷിക്കാൻ പറയുന്നില്ല ബാബ. എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ ഇരുന്നു കൊണ്ടും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ, മനസ്സിനെ നമ്മൾ നിർമ്മലവും ശാന്തവുമാക്കി വയ്ക്കുകയാണെങ്കിൽ, ആ ശാന്തമായ മനസ്സിൽ നിന്നും
എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. സാധാരണ നമ്മൾ തെളിഞ്ഞ വെള്ളത്തിൽ നോക്കുമ്പോഴാണ് നമുക്ക് ക്ലിയറായിട്ട് അതിൻ്റെ അടിത്തട്ട് കാണാൻ സാധിക്കുന്നത്, വെള്ളത്തിൻ്റെ അടിത്തട്ട് കാണാൻ സാധിക്കുന്നത്, നമ്മളുടെ മുഖം സ്പഷ്ടമായിട്ട് കാണാൻ സാധിക്കുന്നത്. കലങ്ങിയ വെള്ളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിത്തട്ടും കാണാൻ കഴിയില്ല, നമ്മളുടെ മുഖത്തെയും സ്പഷ്ടമായിട്ട് കാണാൻ കഴിയില്ല. ഇത് തന്നെയാണ് പ്രശ്നങ്ങളുടെ മുന്നിൽ. നമ്മുടെ മനസ്സ് പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, ആ പ്രശ്നത്തെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തിനുള്ള പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. മറിച്ച് നമ്മുടെ മനസ്സ് എത്രത്തോളം ശാന്തമാക്കി വെച്ചിട്ടുണ്ടോ, എത്രത്തോളം പരിശുദ്ധമാക്കി വെച്ചിട്ടുണ്ടോ ബാബയുടെ ഓർമ്മയിലൂടെ, ആ മനസ്സിൽ നിന്നും അതിനുള്ള പരിഹാരം, ആ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അതാണ്. അല്ലാതെ ചിലരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും ഈശ്വരനെ ഓർമ്മിച്ചു കൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കിട്ടുമോ? തീർച്ചയായും കിട്ടും. ഈശ്വരന് മാത്രമാണ്, അതുപോലെ ശാന്തമായ മനസ്സിൽ നിന്ന് മാത്രമാണ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് ബാബ പറയണം, നിങ്ങൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അതിനെ പകുതി സ്റ്റോപ്പല്ല ഇടേണ്ടത്, ഫുൾ സ്റ്റോപ്പ് തന്നെ ഇടണം. ഇതാണ് ബ്രഹ്മ ബാബയ്ക്ക് സമാനമാകുക എന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെ അടയാളമാണ് സമാനമാകുക. ഹരേക്ക് കൈത്താഹെ, ഓരോരുത്തരും പറയാറുണ്ട്, എനിക്ക് ബാബയോട് വളരെയധികം സ്നേഹമാണ്, ബ്രഹ്മ ബാബയോട് സ്നേഹമുണ്ടെന്ന് പറയാറുണ്ട്. കോയി സെ ബി പൂച്ചെങ്കി, ആരോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിലും കിസ്കാ സ്നേഹ ബ്രഹ്മ ബാബ് സെ ജ്യാദാ ഹേ, ആർക്കാണ് ഏറ്റവും കൂടുതൽ ബ്രഹ്മാവിനോട്, ബ്രഹ്മ ബാബയോട് സ്നേഹം എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഉത്തരം ഇതാണ്, എനിക്കാണ് സ്നേഹം, എനിക്കാണ് സ്നേഹം എന്ന് പറയും. തോ ജൈസെ സ്നേഹമേ സമജ്തേ ഹോ, എങ്ങനെയാണോ സ്നേഹത്തിനെ നിങ്ങൾ മനസ്സിലാക്കിയത്, എനിക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്, അതുപോലെ സമാനമാകുന്നതിലും തീവ്ര പുരുഷാർത്ഥം ചെയ്യൂ. ബാബയെ പോലെ ആകാൻ തീവ്ര പുരുഷാർത്ഥം ചെയ്യൂ. ബ്രഹ്മ ബാബ ചെയ്തതുപോലെ ചെയ്യൂ. അതായത് എനിക്ക് നമ്പർ 1 ബാബയുടെ കൂടെ, ബ്രഹ്മ ബാബ ഭാവിയിൽ കൃഷ്ണനായി ജന്മമെടുക്കും, രാധ ആ സമയത്ത് ജന്മമെടുക്കും, അവർ പിന്നീട് യുഗളായി മാറും. ആ യുഗളിനോടൊപ്പം എൻ്റെ നമ്പറും ആ മാലയിൽ ആ സമയത്ത് കോർക്കപ്പെടണം. ഇതാണ് പറയുന്നത് സ്നേഹത്തിൻ്റെ റിട്ടേൺ. അവരോടൊപ്പം കോർക്കപ്പെടണം. ഇതാണ് ബ്രഹ്മ ബാബയുള്ള സ്നേഹത്തിൻ്റെ റിട്ടേൺ എന്ന് ബാബ പറയുന്നത്. ബ്രഹ്മ ബാബയ്ക്ക് തിരിച്ച് കൊടുക്കേണ്ട സ്നേഹത്തിൻ്റെ റിട്ടേൺ സമാനമായി കാണിച്ചു കൊടുക്കുക. സ്നേഹം കൊണ്ടാണ് നിങ്ങൾ മധുബനിലേക്ക് ഓടിയെത്തിയിരിക്കുന്നത്. എല്ലാവരും വിളിച്ചു ഓടി ഓടി എത്തി. അങ്ങനെ നിങ്ങൾ മധുബനിൽ എത്തിയതിൻ്റെ തെളിവ്, സ്നേഹത്തിൻ്റെ തെളിവ് നിങ്ങൾ കാണിച്ചു. അതുപോലെ സമാനമാകുന്നതിൻ്റെയും പ്രത്യക്ഷ സ്വരൂപം കാണിക്കൂ, സമാനമായി കാണിക്കൂ. സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കാണിക്കൂ, ബാബയ്ക്ക് സമാനമായി മാറി കാണിക്കൂ. ബാബ പറയണം, സ്ഥലം ചെറുതായിരിക്കും, താമസ സൗകര്യങ്ങളൊക്കെ വന്ന മധുബനിൽ എത്തിച്ചേർന്നവരോട് പറയണം ബാബ, താമസിക്കാനുള്ള സൗകര്യമൊക്കെ വളരെ ചെറുതാണ്, കുറവാണ്, പക്ഷേ നിങ്ങളുടെ മനസ്സ് വിശാലമാണ്. അതുകൊണ്ട് താമസ സൗകര്യത്തിന് അസൗകര്യങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ ആരും കംപ്ലൈൻറ്റ് പറഞ്ഞില്ല. കാരണം മനസ്സിനെ വിശാലമാക്കി വെച്ചതുകൊണ്ട്. ഉറങ്ങാൻ സ്ഥലം കിട്ടിയില്ല, ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പരാതികളില്ല ആർക്കും. എപ്പോഴാണോ മനസ്സിനെ വിശാലമാക്കി വെക്കുന്നത്, ബാബയുടെ സ്നേഹം കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ബുദ്ധിമുട്ടായിട്ട് ആർക്കും ഫീലിംഗ് ചെയ്തിട്ടില്ല. ബാബ്ദാദയ്ക്ക് ബച്ചോയ്ക്ക് ബാബ പറയണം, മക്കൾക്കും ബാബ്ദാദയ്ക്കും മക്കളുടെ ബുദ്ധിമുട്ട് കാണാൻ ആഗ്രഹമില്ല. മക്കളെല്ലാവരും സുഖസൗകര്യങ്ങളോടുകൂടി ഇരിക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. പക്ഷെ ഓരോ വർഷം കൂടുന്തോറും മക്കളുടെ എണ്ണം കൂടി വരുന്നത് കൊണ്ട് എത്രത്തോളം കെട്ടിടങ്ങൾ കെട്ടിയാലും അതൊന്നും മതി വരാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല അഡ്ജസ്റ്റ്മെൻറ്റുകൾ
ചെയ്യേണ്ടതായി വരുന്നു. പക്ഷെ ബാബ പറയണ ബാബയോടുള്ള സ്നേഹവും കുട്ടികളുടെ മനസ്സ് വിശാലമായതുകൊണ്ട് താമസ സൗകര്യത്തിലുള്ള അസൗകര്യങ്ങൾ അതൊന്നും കുട്ടികൾക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല. ഇനി ബാബ പറയണ സൗകര്യങ്ങൾ കൂടാൻ വേണ്ടി നിങ്ങൾ യോഗം ചെയ്യൂ, അപ്പോൾ എല്ലാം തയ്യാറാകും. എല്ലാ സുഖ സൗകര്യങ്ങളും താമസ സൗകര്യങ്ങളെല്ലാം തയ്യാറാകും. ഇനി ബാബ പറയണ हम सभी पूज और पूर्वज आत्माएं इतने नशे हैं. നിങ്ങളെല്ലാവരും പൂജ്യരും പൂർവികരുമായ ആത്മാക്കളാണ്. ഈ ലഹരി നിങ്ങൾക്കുണ്ടോ? आप सभी इस सृष्टि रूपी वृक्ष के जड़ में बैठे हो ना. നിങ്ങളെല്ലാവരും ഈ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണല്ലോ ഇരിക്കുന്നത്, വേരിലാണല്ലോ ഇരിക്കുന്നത്. ആദി പിതാവിൻ്റെ കുട്ടികൾ ആദി രത്നങ്ങളാണ്. അതുകൊണ്ട് ഈ വൃക്ഷത്തിൻ്റെ തായ്തടിയിലും നിങ്ങളാണ് ഉള്ളത്. വേരിലും തായ്തടിയിലും അതേ ആത്മാക്കളാണ് ഉള്ളത്. ബാബയുടെ കുട്ടികൾ തന്നെയാണ് ബ്രാഹ്മൺ സോ ദേവതകളായിത്തീരുന്നത്. അപ്പോൾ മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിൻ്റെ ഏറ്റവും അടിത്തട്ട് വേരെന്ന് പറയുന്നത് സംഗമയുഗവും, പിന്നീട് തായ്തടി അത് ദേവതകളുമാണ്. അത് രണ്ടും നമ്മൾ ബ്രാഹ്മണർ തന്നെയാണ്. ജോബി ഠാലി അതിനുശേഷം മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിൽ ഏതൊക്കെ ഉപശാഖകൾ ഉണ്ടായോ അതൊക്കെ പിന്നീടുണ്ടായതാണ്. അവർക്ക് ആ മറ്റു ധർമ്മങ്ങളെല്ലാം പിന്നീട് ഉണ്ടായതാണല്ലോ. वो बीज के बाद तना से ही निकलते. വേരിൽ നിന്നും ബീജത്തിന് ശേഷമാണ് എന്തുണ്ടായിരിക്കുന്നത്? തായ്തടി ഉണ്ടായിരിക്കുന്നത്. ആ തായ്തടിയിൽ നിന്നാണ് പിന്നീട് ശാഖോപശാഖകൾ ഉണ്ടായിരിക്കുന്നത്. तो सबसे आदि धर्म की ആത്മായി ഹോം. അതുകൊണ്ട് ആദ്യ സനാതന ദേവീ ദേവത ധർമ്മത്തിലെ ആത്മാക്കളാണ് നിങ്ങൾ. ബാക്കിയുള്ളവരെല്ലാവരും പിന്നീട് വന്നവരാണ്. അതുകൊണ്ട് ബാബ പറയുന്ന മറ്റ് എല്ലാ ധർമ്മങ്ങളുടെയും പൂർവികരാണ് നിങ്ങൾ. തോ ആപ് ഫൗണ്ടേഷൻ ഹോ. അതുകൊണ്ട് നിങ്ങൾ അടിത്തറകളാണ്. എത്രത്തോളം അടിത്തറ സ്ട്രോങ് ആയിരിക്കുന്നുവോ അത്രയും രചനയും സ്ട്രോങ് ആയിരിക്കും. തോ ഇത്തന അറ്റൻഷൻ അപ്പനെ ഊപ്പർ രഖ്ന. അതുകൊണ്ട് ഇത്രയും അറ്റൻഷൻ നിങ്ങളുടെ മേൽ വയ്ക്കണം. പൂർവികരായി നമ്മൾ എന്തു ചെയ്യുന്നു അത് പിൻതലമുറക്കാർ അനുകരിക്കും. അതുകൊണ്ട് അറ്റൻഷൻ വയ്ക്കാൻ പറയാണ് ബാബ. പൂർവികർ അർത്ഥം തനാ ഹോനേക്ക് കാരണം, തായ്തടിയായതിൻ്റെ കാരണത്താൽ ബീജവുമായിട്ട് നല്ല കണക്ഷനാണ്. ശിവബാബയാകുന്ന ബീജവുമായി നല്ല കണക്ഷനാണുള്ളത്. ഈ സംഗമയുഗത്തിൽ നമുക്ക് ആരുമായിട്ടാണ് കണക്ഷൻ? ശിവബാബയാകുന്ന ബീജവുമായിട്ട് നമുക്ക് നല്ല കണക്ഷനാണ്. ഇതിലൂടെയാണ് പിന്നീട് നമ്മൾ ബ്രാഹ്മൺസോ ദേവതയായി മാറുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ലഹരിയോടുകൂടി നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ഞങ്ങൾ നേരിട്ട് പരമാത്മാവിലൂടെ രചിക്കപ്പെട്ടവരാണെന്ന് പറയാൻ പറ്റും, ലഹരിയോടുകൂടി പറയാൻ പറ്റും. എന്നാലോ ലോകത്തിലെ മനുഷ്യരോട് ആരോട് ചോദിച്ചാലും അവർ വെറുതെ പറയും, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചെന്ന്. പക്ഷെ എങ്ങനെ ഇതൊന്നും അറിയില്ല. ആത്മാവിനെ ആരും സൃഷ്ടിക്കുന്നില്ലല്ലോ, ആത്മാവ് ഓൾറെഡി ഉള്ളതാണ്. ആത്മാക്കളെല്ലാവരും പരമാത്മാവിൻ്റെ സന്താനങ്ങൾ തന്നെയാണ്. എത്ര ജന്മങ്ങൾ ആരെടുത്താലും എല്ലാവരും പരമാത്മാവിൻ്റെ സന്താനങ്ങൾ തന്നെയാണ്. പക്ഷേ പരമാത്മാവിൻ്റെ സന്താനങ്ങളാണ്, ദൈവത്തിൻ്റെ സന്താനങ്ങളാണെന്നുള്ള ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നത് അത് നമ്മൾ ബ്രാഹ്മണർ മാത്രമാണ്. അതുകൊണ്ട് ബാപ്പ പറയണം, ആജുകൽക്ക് ബ്രാഹ്മൺ ബി കഹത്താ ഹെ. ഇന്ന് കാലത്ത് ബ്രാഹ്മണരും പറയാറുണ്ട്, ലൗകിക ബ്രാഹ്മണരും പറയാറുണ്ട്, ഞങ്ങളെല്ലാവരും ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളാണെന്ന്. എന്നാൽ ബ്രഹ്മാവിൻ്റെ കുട്ടികൾ പ്രാക്ടിക്കലിൽ നിങ്ങളാണ്. കാരണം സംഗമയുഗത്തിൽ
ശിവബാബ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ ഭക്തി മാർഗത്തിൽ എങ്ങനെ കാണിച്ചിരിക്കുന്നത്? ബ്രഹ്മാവിൻ്റെ ചെറുപ്പകാലങ്ങളൊന്നും കാണിക്കുന്നില്ല. ബ്രഹ്മാവിനെ സൃഷ്ടിക്കുമ്പോൾ പുരാണ കഥകൾ കാണിക്കുന്നത് വയസ്സനായിട്ടാണ് സൃഷ്ടിച്ച് കാണിക്കുന്നത്. എല്ലാം വിഷ്ണുവിനെ കാണിക്കുന്നതും ഒരു യൗവനാവസ്ഥയാണ് കാണിക്കുന്നത്, യൂത്ത് അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സംഗമയുഗത്തിൽ 60 വയസ്സുകാരൻ്റെ ശരീരത്തിലേക്ക് പരമാത്മ പ്രവേശിച്ച് അലൗകിക നാമം ബ്രഹ്മാവ് എന്നുള്ള പേര് കൊടുത്തു. അപ്പോൾ അതിലൂടെ നമ്മൾ ബ്രാഹ്മണർ ഉണ്ടായി. ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളായ ബ്രാഹ്മണർ, അലൗകിക ബ്രാഹ്മണർ. ഇവിടെ ആത്മാവാണ് ബ്രാഹ്മണനായിരിക്കുന്നത്, ശരീരമല്ല ബ്രാഹ്മണൻ. ശരീരം കൊണ്ടുള്ള ജന്മമല്ല ബ്രാഹ്മണ ജന്മം. നമ്മുടേത് ആത്മീയ അലൗകിക ബ്രാഹ്മണ ജന്മമാണ്. നമ്മൾ പരമാത്മാവിൻ്റെ നേരിട്ട് പാലന അനുഭവിക്കുന്നവരാണ്. നമ്മളാണ് നേരിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള മക്കൾ ബ്രഹ്മാവിൻ്റെ. തോ ഈ ഖുഷി ഹേ, ബാബ പറയണം, ഈ സന്തോഷം നിങ്ങൾക്കുണ്ടോ? നേരിട്ട് രചിക്കപ്പെട്ടവർ, സൃഷ്ടിക്കപ്പെട്ടവർ. കോയി മഹാനാത്മാ ധർമാത്മാ കി രചന നഹി. ബാബ പറയണ ഏതൊരു ധർമാത്മാവിൻ്റെയോ അല്ലെങ്കിൽ മഹാനാത്മാക്കളുടെയോ രചനകളല്ല, സന്താനങ്ങളല്ല, മറിച്ച് നേരിട്ട് പരമാത്മാവിൻ്റെ രചനകൾ. തോ ഡയറക്റ്റ് മേ, അതുകൊണ്ട് നേരിട്ടുള്ള കണക്ഷനിൽ എത്ര ശക്തി ഉണ്ടായിരിക്കും? ലോകത്തിലുള്ളവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ദൈവം ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ വരും. പക്ഷേ ബാബ പറയണ, നിങ്ങളാണെങ്കിലോ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, ലഭിച്ചു കഴിഞ്ഞു. അപ്പം എത്ര സന്തോഷം നിങ്ങൾക്കുള്ളത്. തോ ഇത്തിനി ഖുഷി രഹത്തി ഹേ, ഇത്രയും നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഞങ്ങൾ പരമാത്മാവിൻ്റെ ഡയറക്റ്റ് പാലന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണെന്നുള്ള സന്തോഷം നിങ്ങൾക്കുണ്ടോ? നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർക്ക് സന്തോഷം വരണം. ക്യോंकि खुश रहने वालों का चेहरा सदा ही खुशनुमा होगा ना. കാരണം ബാബ പറയണം, സദാ സന്തോഷത്തിലിരിക്കുന്നവരുടെ മുഖം എപ്പോഴും സന്തോഷം കൊണ്ട് വിടർന്നിരിക്കും എന്ന് ബാബ പറയണം. അപ്പോൾ ബാബ എന്താന്ന് പറഞ്ഞത്? സദാ സന്തോഷത്തിലിരിക്കാൻ പറയണം. अच्छा, चारों ओर के देश विदेश के स्नेह में समाये हुए, 4 വശത്തുള്ള ദേശവിദേശത്തിൽ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക് വളരെ വളരെ സങ്കല്പത്തിലൂടെ, പത്രങ്ങളിലൂടെ, സന്ദേശങ്ങളിലൂടെ ഈ സ്മൃതി ദിവസത്തിൻ്റെ അഥവാ പുതുവർഷത്തിൻ്റെ സ്നേഹസ്മരണകൾ ബാബ്ദാദയ്ക്ക് കിട്ടി. എല്ലാവരുടെ ഹൃദയത്തിലും മധുരമായ സംഗീതം, എല്ലാവരുടെ ഹൃദയത്തിൽ നിന്നും മധുരമായ സംഗീതം ബാബ്ദാദ കേട്ടു. റിട്ടേണായി ബാബ്ദാദയും എല്ലാ കുട്ടികൾക്കും മധുരമായ സ്നേഹസ്മരണകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്, പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും തീവ്രഗതിയിൽ പറന്നുകൊണ്ടേയിരിക്കൂ. മായയുടെ കളികൾ ഒരു കളി രൂപത്തിൽ, ഒരു കളിക്കാരൻ്റെ രൂപത്തിൽ കണ്ടുകൊണ്ടേ പോകൂ. എല്ലാം ഒരു കളിക്കാരാണ് എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടേ പോകൂ. പ്രകൃതിയുടെ പരിതസ്ഥിതികൾ മാസ്റ്റർ സർവശക്തിവാനായി മാറി ആ രൂപത്തിൽ ആ കളിയെ കണ്ടുകൊണ്ടേ പോകൂ. ബാബയുടെ കൈയും കൂട്ടും. കൈയെന്ന് പറഞ്ഞാൽ ശ്രീമതം, ശ്രീമതപ്രകാരം ബാബ കാണിച്ച് തരുന്ന വഴികളിലൂടെ നടക്കുക. കൂട്ട്, കാരണം ബാബയ്ക്ക് കൈയും കാലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ബാബ പറയണം, ബാബയുടെ കൈ പിടിക്കുക. അർത്ഥം എന്താണ്? ബാബ കാണിച്ചു തരുന്ന ശ്രേഷ്ഠമായ വഴികളിലൂടെ നടക്കുക എന്നുള്ളതാണ്. ഇനി ദിവ്യബുദ്ധി, അതാണ് കൂട്ട്. എപ്പോഴും മനസ്സ് ബാബയുടെ ഓർമ്മയിലായിരിക്കണം, അതാണ് കൂട്ട്. ഇങ്ങനെ നിങ്ങൾ സദാ അനുഭവം ചെയ്ത് ബാബയുടെ ശ്രീമതപ്രകാരം നടന്ന് പിന്നെ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുക. ഇങ്ങനെ സദാ നിങ്ങൾ ബാബ എൻ്റെ കൂടെയുണ്ട്,
എന്നുള്ള അനുഭവം ചെയ്ത് സമർത്ഥരായി മാറി സദാ പാസ് വിത്ത് ഓണറായി മാറും. ബഹുമതിയോടുകൂടി പാസ്സാകുന്നവരാകും. സദാ സ്നേഹമൂർത്തി ഭവയുടെ വരദാനത്തെ ഓർമ്മ സ്വരൂപത്തിൽ, സ്മൃതി സ്വരൂപത്തിൽ വെച്ച് ഓർമ്മിച്ച് ഐസേ സർവസ്നേഹിയും മൂർത്തിയും കോ, എപ്പോഴും ബാബ നമുക്ക് ഈ വരദാനം തന്നിട്ടുണ്ട്. സ്നേഹമൂർത്തി ഭവ. ബാബ തുടങ്ങിയപ്പോഴേ എന്താ പറഞ്ഞിരുന്നത്? ആരെങ്ങനെയുള്ളവരായിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ സ്നേഹമൂർത്തി ഭാവത്തെ കളയരുതെന്ന് പറഞ്ഞു. അപ്പോൾ ബാബന് സ്നേഹമൂർത്തി ഭവയുടെ വരദാനം അത് സ്മൃതി സ്വരൂപത്തിൽ വെച്ചുകൊണ്ട് ഐസേ സർവസ്നേഹി മൂർത്തിയോക്കും, ഇങ്ങനെയുള്ള സർവസ്നേഹി മൂർത്തികൾക്ക് സദാ മാസ്റ്റർ ദാതാക്കളായി മാറി ആത്മാവും को माता पिता का शक्ति संपन्न, ऐसे സർവസ്നേഹി മൂർത്തിയോं को സദാ മാസ്റ്റർ ദാദാ ആത്മാവും को, ബാബർ ഇങ്ങനെയുള്ള സർവസ്നേഹി മൂർത്തികൾക്ക് സദാ മാസ്റ്റർ ദാദാ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ ശക്തി സമ്പന്നമായ സ്നേഹസ്മരണയും നമസ്കാരം. ബാബ്ദാദയ്ക്കും കുട്ടികളുടെ സ്നേഹസ്മരണയും നമസ്കാരവും. ഓം ശാന്തി. ഇന്ന് നമ്മൾ ദിവസങ്ങളോളമായിട്ട് അവ്യക്ത മുരളി റിവിഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മുരളികളിലും ബാബ സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളും ബാബയ്ക്ക് സമാനം സ്നേഹികളായി മാറണം. ഇതിനു വേണ്ടിയാണ് ബാബ ഈ മുരളി തന്നെ സെലക്ട് ചെയ്തിട്ട് ഈ മാസം മുഴുവനായിട്ടും കുട്ടികളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒറിജിനൽ സ്വരൂപമാണ്. കാരണം നമ്മൾ സത്യയുഗത്തിൽ എല്ലാവരും, അവിടെ ബാബ എപ്പോഴും പറയും സ്നേഹത്തിൻ്റെ നദിയാണ് ഒഴുകുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ സംഗമയുഗത്തിൽ നമ്മൾ സ്നേഹത്തിൻ്റെ നദികളായി മാറി ജ്ഞാനിയും അജ്ഞാനികളുമായിട്ടുള്ള എല്ലാവർക്കും നമ്മളിൽ നിന്നും നിസ്വാർത്ഥമായ ആത്മീയ സ്നേഹം എല്ലാവർക്കും കിട്ടണം. അപ്പം നമുക്ക് അല്പസമയം ഈ സങ്കല്പം ചെയ്യാം. നമ്മുടെ സ്നേഹമൂർത്തി ഭാവത്തിൻ്റെ സ്മൃതിയിൽ നമുക്കിരിക്കാം. ഞാൻ ആത്മാവ് സ്നേഹമൂർത്തിയാണ്, സ്നേഹസ്വരൂപമാണ്. ആ സ്മൃതിയിലിരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നും സ്നേഹത്തിൻ്റെ കിരണങ്ങൾ ഉണർന്നു വരുന്നു. അത് വിശ്വത്തിലേക്ക് മുഴുവൻ നമ്മൾ കൊടുക്കുന്നു. ദേശവിദേശത്തിലുള്ള എല്ലാ നമ്മുടെ സഹോദരാത്മാക്കളിലും എത്തുകയാണ്. എല്ലാവരും പരസ്പരം സ്നേഹികളായി മാറുന്നു. ഈ ഒരു സങ്കല്പത്തിൽ നമുക്ക് അല്പസമയം ഇരിക്കാം. ഓം ശാന്തി.